Hi all, welcome to my channel. ഇന്ന് ഞാൻ ഇവിടെ കസ്കസും പഴവും ചേർത്തൊരു സർബത്താണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ നോമ്പ് കാലത്ത് സർബത്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഒരു സർബത്താണ്. അപ്പോൾ ഈ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കസ്കസ് കുതിരാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് 5 മിനിറ്റ് നേരം കുതിരാൻ വെക്കാം. ഇപ്പോൾ ഇതാ കസ്കസ് ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട്. ഞാനിവിടെ പൂവമ്പഴമാണ് സർബത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മാഷർ ഉപയോഗിച്ച് കുത്തി കൊടുത്ത് ഉടച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുന്നു. ഇതിന് വലിയ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഒരു സർബത്ത് ഉണ്ടാക്കിയെടുക്കാൻ മൈസൂർ പഴമാണ് നല്ലത്. പക്ഷേ എനിക്കിവിടെ മൈസൂർ പഴം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പൂവമ്പഴം എടുത്തത്. ഇപ്പോൾ പഴം ഇവിടെ നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 6 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇനി 1 സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 3 ഗ്ലാസിൻ്റെ സർബത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. ഇനി കുതിരാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പഴം കസ്കസ് സർബത്ത് ഇവിടെ റെഡിയായി. ഞങ്ങൾ കാസർഗോഡാർ ഇതിനെ കായ് സർബത്ത് എന്നും പറയും. അപ്പോൾ ഇതുപോലൊരു സർബത്ത് നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ, ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരേക്കും ബൈ.